ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയോട് സൂര്യ പോയിക്കോളാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നീ നിൻ്റെ നാട്ടിലോട്ട് പോയിക്കോ, നിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ കെട്ടിയിടില്ല, നീ നിൻ്റെ നാട്ടിലോട്ട് പോയിക്കോ എന്നുള്ള തീരുമാനം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. അങ്ങനെ വിവേക് ചോദിക്കുന്നുണ്ടല്ലോ, ആ സമയം എനിക്ക് ആരൊക്കെയാണ്, പക്ഷെ അവളെ ഇനി ഞാൻ കെട്ടിയിട്ടില്ല, എൻ്റെ അമ്മ അവളെ ഒരിക്കലും സ്നേഹിക്കില്ല, പിന്നെ എന്തിനാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദിനി തൻ്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് സങ്കടം സഹിക്കുന്നില്ല. സൂര്യ സാറിനെ ഇത്രത്തോളം സ്നേഹിച്ചിട്ട് സൂര്യ സാറ് തന്നോട് ഈ വീട്ടിൽ നിന്ന് പോകാനാണല്ലോ പറഞ്ഞത് എന്ന മനോഭാവത്തോടു കൂടി തൻ്റെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കട്ടിലിൽ കിടക്കുന്ന പണം, ആ പണം എടുക്കാൻ വരുമ്പോൾ നന്ദിനിക്കത് എടുക്കാൻ തോന്നില്ല കേട്ടോ. നന്ദിനി ആ പണം അവിടെ തന്നെ ഇടുകയാണ്. ഇതേ സമയം ഈ പണം അവിടെ ഇടുമ്പോൾ നന്ദിനിയുടെ മനസ്സിൽ എന്തൊക്കെയോ, തനിക്ക് ഇത്രയും നാളും സൂര്യ സാർ തനിക്ക് ആരും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ സൂര്യ സാർ എന്നോട് ഈ പോകാൻ പറയുമ്പോൾ തൻ്റെ മനസ്സിന് എന്തോ ഒരു വിങ്ങൽ പോലെ, ഒന്ന് പോ നിൻ്റെ നാട്ടിലേക്ക് എന്ന് പറയണമെന്ന് ഞാൻ ഒരുപാട് കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് സൂര്യ സാർ അത് പറഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ഞാനൊന്ന് പ്രണയിച്ച് വരുമ്പോൾ സൂര്യ സാറ് എൻ്റെ ഉള്ളിലെ വേദന അറിയാതെ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ ആ മനോഭാവത്തിൽ നന്ദി ഇങ്ങനെ ലെറ്റർ എഴുതാണ് കേട്ടോ. സൂര്യ സാർ, ഞാനിനി പോകുന്നു, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ കുറിപ്പ് അത് തൻ്റെ താനൂരമ്മയുടെ മുന്നിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ സമയം താനൂരമ്മയുടെ മുന്നിൽ ഈ ഒരു കുറിപ്പ് വെച്ച് കൊടുക്കുമ്പോൾ നന്ദിനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. തൻ്റെ ബാഗ് എടുത്ത് നന്ദിനിയോട് നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ സൂര്യയാണെങ്കിലോ കുടിച്ച് ലെക്ക് കെട്ടിട്ടാണ് കേട്ടോ തൻ്റെ വീട്ടിലോട്ട് കയറി വരുന്നത്. നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ സമയം യതീന്ദ്രൻ ചോദിക്കുകയാണ്, എടാ നീ ഇത്രയും നാളും കുടിക്കാത്തതല്ലേ, നീ എന്തിനാ കുടിച്ചത്? അപ്പോഴേക്കും പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. എൻ്റെ മകള് വേദ, നിൻ്റെ അനിയത്തിയല്ലടാ അവിടെ ഇങ്ങനെ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുന്നത്, ആ ഒരു തോന്നൽ നിന്നിലില്ലടാ. ഏതൊരു പെണ്ണിന് വേണ്ടിയിട്ട് നീ കുടിക്കാതെ ഒക്കെ ഇരുന്നു, ഇപ്പോൾ നീ എന്തിനാടാ കുടിച്ചത്? അത് കേൾക്കുന്ന സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ, ഏതോ ഒരു പെണ്ണ്, എൻ്റെ ഭാര്യയാണ് അവൾ, ഞാൻ എല്ലാവരുടെയും മുന്നിൽ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനല്ലാതെ എന്ത് ചെയ്യാനാണ്? ഒറ്റൊരുത്തി കാരണം ഞാൻ എൻ്റെ ഭാര്യയോട് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ എന്താടാ നീ പറഞ്ഞത്? അതെ, ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞു നന്ദിനിയോട്. മതി ഇവരുടെ പീഡനം, എൻ്റെ ഭാര്യ സഹിക്കുന്നതിനേക്കാൾ നല്ലത് നന്ദിനി അവളുടെ വീട്ടിലോട്ട് പോയിക്കോട്ടെ അച്ഛാ, അവൾ സ്വതന്ത്രത്തോടു കൂടി പറക്കട്ടെ, എന്തിനാ വെറുതെ ഇവരുടെ അടുത്ത് ഇങ്ങനെ നിർത്തി കൊടുക്കുന്നത്? അവളെ എൻ്റെ ഭാര്യയായിട്ടോ ഈ വീട്ടിലെ ഒരു മനുഷ്യജന്മമായിട്ടോ പരിഗണിക്കാത്തോടത്തോളം കാലം ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവൾ പോയിക്കോട്ടെ, അവൾ പാറിപ്പറന്ന് നടക്കട്ടെ, അവളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി അവൾ നടക്കട്ടെ. എടാ നീ എന്ത് പൊട്ടനാടാ. അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രജക്കും അതുപോലെ തന്നെ പത്മക്കും വലിയ സന്തോഷം തന്നെ വരികയാണ് കേട്ടോ. അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഡാഡി കണ്ടില്ലേ അവരുടെ മുഖത്തുള്ള സന്തോഷം, എൻ്റെ നന്ദിനിയെ ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടില്ല ഡാഡി? അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ദേഷ്യത്തോട് കൂടിയിട്ട് ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, എടാ നിൻ്റെ ജീവിതം നേരാക്കാൻ വന്ന ഒരു മാലാഖയാണ്, അവളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയായിരുന്നു, നിനക്കെന്താ വട്ട? നന്ദിനി ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞാൻ അവളോട് കെഞ്ചുകയായിരുന്നു നിനക്ക് വേണ്ടി, എന്നിട്ടിപ്പോൾ നീ ചെയ്തത് എന്താ? അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. നിനക്കെന്താ ഭ്രാന്തായടാ? നിനക്ക് ഭ്രാന്താ അതോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ യതീന്ദ്രൻ. അങ്ങനെ ഈ സമയം പത്മ പറയണ, പോകുന്നവൾ പോട്ടെ, അല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കാനുള്ളവളൊന്നല്ലല്ലോ, അവളൊരു വേലക്കാരിയല്ലേ, ആ വേലക്കാരിക്ക് ആ വേലക്കാരിയുടെ സ്ഥാനമല്ലേ കിട്ടത്തുള്ളൂ, അവളെ പറഞ്ഞു വിടാൻ അവന് ബുദ്ധി തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഈ സമയം ഡാഡി കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞു വിട്ടത്, ഇവരുടെ സംസാരം കേട്ടില്ലേ, ഇപ്പോൾ എൻ്റെ നന്ദിനി പോയി. അപ്പോഴേക്കും ഇന്ദ്രജയും പത്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട്. അവർക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും സന്തോഷത്തോടു കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് തൻ്റെ റൂമിലോട്ട് പോവാണ്. നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുടിച്ചിലേക്ക് കേട്ട് സൂര്യ റൂമിലോട്ട് കയറി ചെല്ലാണ്. നന്ദിനി നന്ദിനി, ഞാനെന്തിനാ നന്ദിനി വിളിക്കുന്നൂലേ? എൻ്റെ നന്ദിനി പോയല്ലോ, എൻ്റെ നന്ദിനി എന്നെ വിട്ടു പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്നല്ലേ പറഞ്ഞയച്ചത്, എന്തിനാ ഞാൻ നന്ദിനിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് താനൂരമ്മയുടെ അടുത്തോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ അമ്മേ എൻ്റെ നന്ദിനി പോയി എന്ന് പറഞ്ഞിട്ട് താൻ താഴോട്ട് നോക്കുമ്പോൾ അവിടെ കാണാൻ ഒരു പേപ്പർ എഴുതി വെച്ചിരിക്കുന്നു.
കേട്ടോ, സൂര്യ സാർ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ ആ പേപ്പർ കാണുന്നതിനോട് കൂടി സൂര്യ വീണ്ടും താഴോട്ട് വരികയാണ്. ഡാഡി ഡാഡി അവൾ പോയി കണ്ടില്ലേ, അവൾ എഴുതി വെച്ചിരിക്കുന്ന ലെറ്റർ. അത് കേൾക്കുന്ന പത്മക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഇത് നോക്ക് ഡാഡി. അപ്പോൾ യതീന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എടാ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നെന്ന് അറിയോ? ഇപ്പോൾ അവൾ പോയത് കണ്ടില്ലേ, നീ ചെയ്യുന്ന ഓരോ തെറ്റും കണ്ടില്ലേ, നീയല്ലേ അവളെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ പത്മ പറയണേ, അല്ലെങ്കിലും അതിനൊന്നും ഇവിടെ പിടിച്ചിട്ടാലൊന്നും കിടക്കത്തില്ല, അത് പോകത്തേ ഉള്ളൂ. അപ്പോഴേക്കും കണ്ടില്ല ഡാഡി, ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ യതീന്ദ്രൻ പറയണേ, നീ നിൻ്റെ പണി നോക്കി പോയേ എന്ന് പറയണേ. അങ്ങനെ ഈ സമയം സൂര്യയാണെങ്കിലോ റൂമിൽ ചെല്ലുകയാണ്. തനിക്ക് എങ്ങനെ നോക്കിയാലും ഉറക്കം കിട്ടുന്നില്ല. തനിക്ക് ടെറസിന് മുകളിൽ കയറാൻ തോന്നണം. അങ്ങനെ ടെറസിന് മുകളിൽ കയറി നിന്ന് സിഗരറ്റൊക്കെ വലിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറയേണ്ടത്, അത്രയും വലിയ ടെൻഷൻ. നന്ദിനിയോട് താൻ പോകാൻ പറഞ്ഞപ്പോൾ തനിക്ക് നന്ദിനി ഇല്ലാതെ കഴിയില്ല എന്നുള്ള സത്യം സൂര്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ സൂര്യ വലിയ ടെൻഷനോട് കൂടി സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം സൂര്യ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നന്ദിനി ഇരുന്നിരുന്ന ആ ഒരു സ്ഥലമില്ലേ, ആ സ്ഥലത്ത് നന്ദിനി ഇങ്ങനെ പിറകുവശത്ത് ഒരു ബാഗും പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പം നന്ദിനി വിളിക്കുകയൊക്കെ, എന്താ സൂര്യ സാർ, നന്ദിനി നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല സൂര്യ സാർ, എനിക്കിവിടെ ഇരിക്കണം തോന്നി. അപ്പോൾ നീ പോകുന്നു എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതിയതോ? അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി, നീ പോയെന്ന് കരുതി, ഞാൻ പോയെന്ന് കരുതിയപ്പോൾ സൂര്യ സാറിന് ടെൻഷനായോ? അതല്ല നന്ദിനി, നീ ഈ ലെറ്റർ എഴുതി കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് എന്തെന്ന് വിചാരിച്ചോ? അപ്പോൾ ഈ സമയം നന്ദിനി എന്ന് പറയുമ്പോൾ സൂര്യ പറയണം, വാ നന്ദിനി, ഞാൻ നിന്നോട് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകണ്ടേ? വേണ്ട, നീ പോകണ്ട, നീ വാ, അകത്തോട്ട് വാ എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനിയെ വിളിക്കുകയാണ്. അപ്പോൾ ഈ സമയം നന്ദിനി ബാഗ് എടുക്കാൻ പോകുമ്പോൾ ഉടൻ തന്നെ സൂര്യ ആ ബാഗ് ഞാൻ എടുത്തോളാം എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം അവിടോട്ട് ഇന്ദ്രജ കയറി വരുന്നുണ്ട്. ഇന്ദ്രജ ഇവരുടെ സംസാരം കേൾക്കുകയാണ്. അപ്പോഴേക്കും യതീന്ദ്രൻ ഇവിടെ നിന്ന് കേൾക്കണം. യതീന്ദ്രൻ ഇങ്ങനെ വരുമ്പോൾ, നന്ദിനി നീ എന്തുകൊണ്ട് പോയില്ല? സാർ, എനിക്ക് പോകാൻ എങ്ങനെ കഴിയും? ഞാൻ നാട്ടുകാരറികെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ് സൂര്യ സാറ്. ആ സമയം എന്തിന് ഇപ്പോൾ ഓഫീസിൽ കൊണ്ട് എൻ്റെ ഭാര്യ എന്ന് എല്ലാവരോടും പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് എൻ്റെ ഭാര്യ എന്ന് പറയുന്നു. അങ്ങനെ 100 വട്ടം അതിങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അത് മുദ്ര കുത്തിയതുപോലെ ആവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ എന്നോട് ചോദിക്കും, നീ എന്തുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നു എന്ന്. അതിനുത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കേട്ട ഉടൻ തന്നെ, അതെന്ത് ബുദ്ധിമുട്ട്, നീ പറയണം, ഞാൻ ഈ താലി കെട്ടിയത് എങ്ങനെയൊക്കെയാണെന്ന് സൂര്യ സാർ പറയാം. സൂര്യ സാർ അതിനുശേഷം എവിടേക്ക് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ആളുകൾക്ക് മുന്നിൽ എന്നെ കണി കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഇതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ സൂര്യ സാറിൻ്റെ ഭാര്യയാണെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്ദ്രജ കേൾക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിക്കണം. ഈ വൃത്തികെട്ടവൾ പോയെന്ന് കരുതി താൻ സന്തോഷിച്ചിരിക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് പോയിട്ടില്ല എന്നുള്ള ന്യൂസാണല്ലോ. അപ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇന്ദ്രജിത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം കാണാൻ യതീന്ദ്രൻ കയറി വരുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണത്, നിങ്ങളുടെ സംസാരമെല്ലാം ഞാൻ കേട്ടു. നന്ദിനി എടുത്ത തീരുമാനം തന്നെ നല്ലത്. നന്ദിനി ചോദിക്കേണ്ട ചോദ്യവുമാണ് ഇവനോട് ചോദിച്ചത്. കാര്യം, നീ എപ്പോഴും ഇവളെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഉച്ചരിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ ഭാര്യയല്ല, നീ നിൻ്റെ നാട്ടിലോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ടാൽ നാട്ടുകാർ അത് അംഗീകരിക്കില്ല. ഒരു ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണിന് എന്തായാലും അവൻ്റെ ഭാര്യയായി തന്നെ ആയിരിക്കും കണക്കാക്കുക. അതുകൊണ്ട് തന്നെ മോളെ, ഇവൻ്റെ വാക്കുകൾ കേട്ട് നീ ഇടപെടുന്നതിനെ ചാടി പോവരുത്. ഇവനെ 4 കാലിൽ നടക്കുന്നവനാണ്, 2 കാലിൽ സ്ഥിരബുദ്ധി ഇവനില്ല. അതുകൊണ്ട് തന്നെ ഇവനിക്ക് എന്തും വിളിച്ച് പറയാം. അഗ്നിസാക്ഷിയായി 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ്. ആ താലിയുടെ മഹത്വം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യും, നന്ദിനി അകത്തോട്ട് പോകും. അങ്ങനെ ചെറിയ സന്തോഷമൊക്കെ സൂര്യക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. ഇതേ സമയം നന്ദിനി റൂമിലിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ സൂര്യ ചോദിക്കുകയാണ്, നന്ദിനി നീ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കുപ്പി എടുക്കുമ്പോൾ നന്ദിനി പറയണേ, ഈ കുപ്പി എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ കുടിക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം എനിക്ക് സുഖമില്ലായിരുന്നപ്പോൾ സൂര്യ സാറ് കുടിച്ചില്ലല്ലോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ, അതിന് നിനക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ? അതൊന്നെ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ വേദക്ക് സുഖമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മദ്യത്തിന് അഡിക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു 4-5 ദിവസം കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് പിന്നെ മദ്യത്തിൻ്റെ ആവശ്യമില്ല. അത് നിർത്താൻ
നിർത്താൻ കഴിയും എന്നുള്ളതിൻ്റെ വലിയ സൂചനയാണല്ലോ. എനിക്ക് സുഖമില്ലാതായപ്പോൾ നിങ്ങൾ കുടിക്കാതിരുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ കുടിക്കാൻ അനുവദിക്കില്ല. ഇവിടെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഇനി ഞാനും കുടിക്കും. എന്ത് നന്ദിനി? അതെ, നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഞാനും കുടിക്കും. ആരോടാ നന്ദിനി നീ സംസാരിക്കുന്നത്? സൂര്യ സാറിനോട് പറയാനുള്ളത് പറയണല്ലോ. ഞാൻ സൂര്യ സാറിൻ്റെ ഭാര്യയാണെന്ന് എല്ലാവരും മുന്നിൽ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ നേരാക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യ സാർ ഈ കുപ്പി ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചിട്ട് ആ കുപ്പിയുമായി അവിടെ നിന്ന് നന്ദിനി പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ റൂമിൽ നിങ്ങൾ മാത്രം കുടിച്ച് നിന്നാൽ ശരിയാവില്ല, ഞാനും കൂടി കുടിക്കുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ പറയുമ്പോൾ സൂര്യ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അങ്ങനെ നന്ദിനി പോവില്ല കേട്ടോ. അങ്ങനെ നല്ല കിടുക്കൻ സീനാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്ന. നന്ദിനിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പ്രണയം പുറത്തോട്ട് വരികയാണ് കേട്ടോ.